ശ്രീദേവിയുടെ ഉദയം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ അസാധാരണമായ ഒരു അധ്യായമാണ്. 4-ാം വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച അവരുടെ 13-ാം വയസ്സിൽ കാമുകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്ന സങ്കീർണമായ ഒരു സ്ത്രീയുടെ മുതിർന്ന വേഷം അവർക്ക് ലഭിച്ചു. അധികം താമസിയാതെ തന്നെ സംവിധായകൻ അവരുടെ വൈവിധ്യമാർന്ന അഭിനയ കഴിവുകൾ ശ്രദ്ധിക്കുകയും അവസരങ്ങൾ കുതിച്ചുയരാൻ തുടങ്ങുകയും ചെയ്തു. 1970-കൾ മുതൽ 1990-കളുടെ അവസാനം വരെ 5 ഇന്ത്യൻ ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തതിലൂടെ അവർ ബോക്സ് ഓഫീസ് കാന്തമായി മാറി. എന്നാൽ ശ്രീദേവിയുടെ സ്ക്രീൻ സാന്നിധ്യം ഗ്ലാമറസ് ആയിരുന്നെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതം ഹൃദയഭേദകവും നഷ്ടവും വേർപിരിയലും നിറഞ്ഞതായിരുന്നു. അനന്തരവൻ മോഹിത് മാൽവയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എത്തിയപ്പോഴായിരുന്നു ശ്രീദേവി മരിച്ചത്. ശ്രീദേവി മരിക്കുമ്പോൾ ഭർത്താവ് ബോണി കപൂറും മകൾ ഖുഷിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. ശ്രീദേവിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഭർത്താവ് ബോണി കപൂർ ആയിരുന്നു. തന്നോടൊപ്പം അത്താഴത്തിന് വരാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ശ്രീദേവി ഒരുങ്ങാൻ പോയിരുന്നു. പക്ഷേ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ചെന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിൽ ശ്രീദേവിയെ കാണുന്നത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. എന്നാൽ ഹോട്ടൽ ബാത്ത് ടബിൽ ആകസ്മികമായി മുങ്ങി മരിച്ചു എന്നായിരുന്നു പ്രധാന തലക്കെട്ടുകൾ. 300-ലധികം ചിത്രങ്ങളിലാണ് ശ്രീദേവി അഭിനയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ഇവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ അഭിനേത്രികളിൽ ഒരാളാണ്. നടൻ മിഥുൻ ചക്രവർത്തിയുമായുള്ള രഹസ്യ വിവാഹം തകർന്നതോടെയാണ് ശ്രീദേവി ബോണി കപൂറുമായി അടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. 1996 ജൂൺ 2-ന് ശ്രീദേവി പ്രമുഖ ഉർദു ഹിന്ദി ചലച്ചിത്ര നിർമ്മാതാവും മുൻ വിവാഹിതനുമായിരുന്ന ബോണി കപൂറിനെ വിവാഹം ചെയ്തു. ഇവർക്ക് ജാൻവി കപൂർ, ഖുഷി എന്നീ 2 പെൺകുട്ടികളെ കൂടാതെ ബോണി കപൂറിന് ആദ്യ പത്നിയായ മോണു ഷൂരിയിൽ, അർജുൻ കപൂർ, അൻഷുല എന്നിങ്ങനെ 2 കുട്ടികളുമുണ്ട്. 1963 ഓഗസ്റ്റ് 13-ന് തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ശ്രീദേവി ജനിച്ചത്. ശ്രീ അമ്മയങ്കാർ അയ്യപ്പൻ എന്നായിരുന്നു ശ്രീദേവിയുടെ ആദ്യത്തെ പേര്. ശ്രീദേവിയുടെ മാതൃഭാഷ തമിഴാണ്. പിതാവ് അയ്യപ്പൻ ഒരു വക്കീലായിരുന്നു. മാതാവ് രാജേശ്വരി തെലുങ്ക് സംസാരിക്കുന്നവരാണ്. ശ്രീലത എന്ന ഒരു സഹോദരി കൂടിയുണ്ട് ശ്രീദേവിക്ക്. 1967-ൽ കന്തൻ കരുണൈ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടാണ് ശ്രീദേവി തൻ്റെ അഭിനയ ജീവിതം തുടങ്ങിയത്.